ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൊപ്പ എന്ന റാപ്പ് സോങ്ങിൽ കൂടെ വൈറലായ 2 താരങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ് സിനു കാസർഗോഡ് ആൻഡ് അസിമോൾ. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ആളെ കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ഏറെന്നൊക്കെ എപ്പോ ഇറങ്ങിയില്ല. സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ ട്രോളും കാര്യങ്ങളൊക്കെ? ട്രോള് ഞങ്ങൾക്ക് ഒരു പുത്തരിയല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാന് ടിക്ടോക്ക് വന്ന മുതലേ ട്രോളിലാണ് നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടത്. ഇതൊക്കെ എന്ത് എവിടെ പോയാലും ഈ കൂളിംഗ് ഗ്ലാസ് ഇതാണോ ഒരു ഐഡന്റിറ്റി? അയ്യേ ഇതാര് കുട്ടിച്ചാത്തലോ? ഇപ്പൊ വന്ന ഐഡന്റിറ്റി ഇത്. മുമ്പ് ഇങ്ങനെ മുമ്പ് എങ്ങനെയായിരുന്നു? എന്തായാലും എയറിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ആവശ്യം. ആര് പറഞ്ഞ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്? സ്വന്തമായിട്ട് പറയാം, എന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. എന്നെ പോലത്തെ ആൾക്ക് എന്നെ പോലെ നിങ്ങൾ നോക്കത്ത് പോലില്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. വൈറലായ ആ റാപ്പ് സോങ് ഒന്ന് പാടാവോ? ഞാൻ പറയണോ? പാടത്തില്ലേ? എനിക്ക് അഭിനയം ലെവൻ പാടുന്നു, നീ പാടുപെടും. എനിക്ക് ആറ്റിറ്റ്യൂഡ് അറിയാവുന്ന ബീറ്റ് ഇട്ടെന്ന് ഞാൻ നടക്കും. ബീറ്റ് ഇടും നടക്കും. വീട്ടിൽ നടക്കാൻ എൻ്റെ അടുത്ത് ഉള്ളോട്ടോ. എന്തൊക്കെയാ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിൽ തിരിയുന്നില്ലല്ലോ നിങ്ങളുടെ ഭാഷ. ഈ യൊപ്പ അതെന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. പറഞ്ഞാല് യൗപ്പ നമ്മ ഒരു സാധനം കാണുമ്പോ വാവ് എന്നെല്ലാം പറയൂലേ, ഭാവുമായിട്ടുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഈ ഫസ്റ്റ് റാപ്പിൽ ഇത്രയും നെഗറ്റീവ് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ഒരു നല്ല കമന്റ് ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? പക്ഷെ നിങ്ങളുടെ നാട്ടിലുള്ളവരിലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഇട്ടത് അവർക്കത് മനസ്സിലാവും. ഒരു അഭിമാനം. എനിക്ക് അഭിമാനമാണെന്നത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഈ ഉമ്മ ഉപ്പാനെയൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ റിയാക്ട് ചെയ്തില്ല, എന്തിനാണ് അവരെ പറയുന്നതെന്ന്? റിയാക്ട് 1-2 നമുക്ക് റിയാക്ട് ചെയ്യാം. ഇതിപ്പോ നമുക്ക് 7000 സംതിങ് ആണ് ഇത് കമന്റ് വന്നിട്ടുള്ളത്. മയിലും മുട്ടിന് രാവിലെ നിർത്തിയൊക്കെ അവമാനിക്കണം. നിനക്ക് 7000 നെഗറ്റീവ് കമന്റ് വന്നേന്ന് മുതലെടുക്കണേണ സജി. അപ്പം ഈ തൊപ്പി റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതെന്തായിരുന്നു സംഭവം ആക്ച്വലി? തൊപ്പിയോ? തൊപ്പി റിയാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ചോറിയുന്ന പോലെ എന്നും ചൊറിഞ്ഞു. എന്താ പറഞ്ഞ? എന്തോ സൗണ്ടിനെ പറ്റി എന്താ അണ്ണാന്റെ സൗണ്ട് എന്നാ പറഞ്ഞു. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? ഞാനോ? അതിലെ ഒരു സംഭവം പറഞ്ഞിരിക്കണം, വല്ല പണിക്കും പോയിക്കൂടെ. അപ്പൊ ഞാനിത് എന്താ ചെയ്യുന്നത്? ഇതെന്റെ പണി തന്നെയല്ലേ. റാപ്പ് സോങ് എഴുതുന്നതും ഒരു ടാലന്റ് ഉള്ള ഒരു പണിയാണ്. നീ പറഞ്ഞു എന്നെ ഹേറ്റ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാ എന്നെ ഹേറ്റ് ചെയ്യുന്നത്? ഞാനൊരു പാട്ട് ഇറക്കിയുണ്ടോ? ഓൻ എന്തുകൊണ്ടാ ഫെയിമായ? ഓന്റെ സാമാനം കാണിച്ചോണ്ടാ? അങ്ങനെ ഞാൻ പറയൂ. അസ്വീകാരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇവിടെ കിടന്നെങ്ങാനും ഷോ ഇറക്കാനാണ് പ്ലാനെങ്കിൽ രണ്ടിനെ കാലേ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിയിട്ട് നല്ല വീക്കി കോട്ടാ. ഞാൻ പോകുന്നു. ബൈ ബൈ.